വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഈവനിങ്ങിൽ മുതലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈവനിങ്ങിൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രില്ലൊക്കെ പൂട്ടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനും അക്കുവും അമ്മുവും ഇക്കായും ഉണ്ട്. ഞങ്ങൾ നേരെ പോകുന്നത് സ്പൂൺസിലോട്ടാണ്. സ്പൂൺസിൽ കിച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചു അവിടെ ഇരിപ്പുണ്ട്. കൗണ്ടർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കിച്ചു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ണി ക്ലാസ്സൊക്കെ എടുത്ത് വെച്ച് എന്നെ ഷോ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് വീഡിയോ എടുക്കുന്ന നിന്നെ യൂട്യൂബിൽ കൊടുക്കൂടാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഉമ്മി എടുത്ത് ഞാൻ കുറച്ചുകൂടെ സ്റ്റൈൽ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ബാപ്പിയും മോനും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനും അക്കുവും കൂടെ കുറച്ച് റീൽസൊക്കെ എടുത്തു. ഞാനും അമ്മുവും കൂടെ കുറച്ച് റീൽസ് എടുത്തു. അങ്ങനെ ഇന്ന് ഷോപ്പിൽ ആരുമില്ല കേട്ടോ. കോളേജൊക്കെ ലീവ് ആയതുകൊണ്ട്. അപ്പോൾ കിച്ചു ഇന്ന് അൽഫാം ഇടുകയാണ്. അപ്പോൾ കിച്ചു അൽഫാം മാസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് അൽഫാം മേടിച്ചിട്ട് കിച്ചു ഇടാമെന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കിച്ചുവിന് നാണക്കേടാം, ഫേസൊക്കെ പൊത്തിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അക്കുൻ്റെ അമ്മുൻ്റെ യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് അക്കുൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അൽഫാം മാസ്റ്റർ അരവിന്ദ്. അവൻ നമ്മൾ ഹായ് എന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലേ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കണ്ടാണ് ഹായ് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്പൂൺസിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണിച്ചില്ല. അപ്പം ഞങ്ങൾ നേരെ പോയി ഞാനും അക്കുവും അമ്മുവും കിച്ചു ഇക്കായും ഉണ്ട്. കിച്ചുവിനെ വിളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്പൂൺസ് വരെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്പൂൺസിൽ നിന്ന് കിച്ചുവിനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് വിവാസിറ്റിയിലോട്ടാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോയിൽ വിവാസിറ്റി കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും വിവാസിറ്റി എവിടെയാണെന്നും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലായിട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കാറ് നിർത്തിയപ്പോഴേ അക്കുനും അമ്മുനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവിടെ വിവാസിറ്റി വരാൻ അക്കുനും അമ്മുനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കിച്ചുവിനെ ഞങ്ങൾ എപ്പോഴും കൊണ്ടുവരാറില്ല. ഞങ്ങൾ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോകുമല്ലോ. ഈ പ്രാവശ്യം ഞങ്ങൾ കിച്ചുവിനെയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലിഫ്റ്റിനകത്ത് കയറി ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മുക്കുട്ടിയെ കണ്ടപ്പോഴേക്കും അവിടുത്തെ ചെറിയ അമ്മുക്കുട്ടി ഭയങ്കര സന്തോഷത്തിൽ കിടന്ന് തുള്ളി ചാടുകയാണ്. കാരണം എന്താ അറിയോ, അക്കു അമ്മുവാണ് കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ട്. കണ്ടില്ല, സന്തോഷം കണ്ട് തുള്ളി ചാടുന്നുണ്ട്. മക്കളുടെ സന്തോഷം, ചെറിയ മക്കളുടെ സന്തോഷം വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. കാരണം ചെറിയ അമ്മുക്കുട്ടിക്ക് കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ട് ഞങ്ങളുടെ അക്കു അമ്മുവാണ്. അപ്പോൾ അവരെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കളിക്കാനൊക്കെ. അങ്ങനെ ഇതേ ശ്രീദേവി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണ്. അമ്മു അവിടെ ചെന്ന ഉടനെ അമ്മുവിൻ്റെ ഡ്രസ്സൊക്കെ മാറിയതേ ശ്രീദേവിയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഞാനും ഡ്രസ്സൊക്കെ മാറിയിട്ട്, പക്ഷെ ഞാൻ കാണിക്കത്തില്ല കേട്ടോ, എനിക്ക് നാണക്കേടാണ്. അങ്ങനെ ഞങ്ങൾ TV ഒക്കെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. തുടരും എന്ന് പറയുന്ന ഫിലിമൊക്കെ കാണാമെന്ന് വിചാരിച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. മോഹൻലാലിൻ്റെ ഫിലിം കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാവരും ഒന്നിച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ, ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഒന്നിച്ച് ഭയങ്കര സൗണ്ടൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും കിച്ചുവിൻ്റെ മടിയിലാണ് കുഞ്ഞ് അമ്മുക്കുട്ടി കിടക്കുന്നത്. അങ്ങനെ ശ്രീകുട്ടിയും ആമിക്കുട്ടിയും ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പുറത്ത് മാറി ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കാണുകയാണ്. അപ്പോൾ ആമിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇക്കായം അനുപിനെ നോക്കാൻ വേണ്ടിയാണ് ഈ റൂമിലോട്ട് പോകുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്, സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയാണ്, ഹാപ്പി ആയിട്ട്. മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ വരാൻ വേണ്ടി കേട്ടോ. ഞാൻ കഴിച്ചത് എന്താണെന്ന് കാണിച്ചാൽ ഞാൻ പൊറോട്ടയും അൽഫാമും കുറച്ച് മയോണൈസും ഗ്രേവിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അമ്മുക്കുട്ടി കുഞ്ഞു പ്ലേറ്റിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, എല്ലാവരും സന്തോഷത്തിൽ തുള്ളി ചാടുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്നത് മോർണിംഗ് ആണ്. കാരണം ഞങ്ങളത് കഴിഞ്ഞ് രാത്രി പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. എല്ലാവരും കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ രാവിലെ 6 മണി ആയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണിയാണോ 7 മണിയാണോ എനിക്ക് സമയം ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ശ്രീദേവി ഒന്നും എഴുന്നേറ്റിട്ടില്ല, ഉറക്കമാണ്. അപ്പോൾ ശ്രീദേവിയുടെ ഫ്ലാറ്റിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളെ ഇന്നലെ വിട്ടില്ല രാത്രി വീട്ടിലോട്ട്. സമയം 12:30-1 മണി ആയെന്ന് പറഞ്ഞത് കാരണം വീട്ടിൽ പോകണ്ട, ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് വിട്ടില്ല. അത് കാരണം ഞങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ശ്രീദേവി എഴുന്നേറ്റിട്ടില്ല. അപ്പം ഞാൻ രാവിലെ പോയി ശ്രീദേവിയുടെ ഫ്രിഡ്ജ് തുറന്ന് പാലൊക്കെ എടുക്കുകയാണ്. ഞാനും ഇക്കായും ചായ തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ പാലൊക്കെ എടുത്ത് ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കുകയാണ്. അപ്പോൾ തേയില എവിടെ ഇരിക്കുന്നതെന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ പോയി കണ്ടുപിടിച്ച് എടുക്കുകയാണ് തേയിലയൊക്കെ. അങ്ങനെ ഞാനും ഇക്കായും ഓരോ കപ്പ് ചായ തിളപ്പിച്ച് കുടിച്ചു. കിച്ചു അക്കു അമ്മ ഒന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞങ്ങൾക്ക് രണ്ടർക്ക് മാത്രം കുറച്ച് ചായ തിളപ്പിച്ചു. അവർക്ക് പാലായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് ബണ്ണൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് അതുകൂടെ എടുത്ത് വെച്ച് ചായയുമായിട്ട് കഴിക്കാൻ. എനിക്ക് വിശക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇക്കായും അവിടെ നിന്ന് ഓരോ ബണ്ണ് എടുത്തോണ്ട് പോയി ഞങ്ങൾ ചായയുമായിട്ട് കഴിക്കണം. അപ്പോഴും ശ്രീകുട്ടി ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. എല്ലാവരും ഉറക്കമാണ്. ഞങ്ങൾ വേറെ റൂമിലാണ് കിടന്നത്, അവർ വേറൊരു റൂമിലാണ് കിടന്നത്. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് പതുക്കെ അനങ്ങാതെ തന്നെ ഇറങ്ങി നമുക്ക് വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ.
പതുക്കെ ഞങ്ങൾ ഗ്രില്ല് സൗണ്ട് ഉണ്ടാക്കാതെ അവർ റൂമിൽ കിടന്ന് ഉറങ്ങും. പതുക്കെ കുറ്റിട്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് പതുക്കെ ഇറങ്ങിയപ്പോഴത്തേനും ഗ്രില്ലിൻ്റെ സൗണ്ട് കേട്ടോണ്ട് ശ്രീദേവി വന്ന് പെട്ടെന്ന് ഡോറ് തുറന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ ബായി ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഞങ്ങൾ അനങ്ങാതെ മിണ്ടാതെ പോകാമെന്ന് വിചാരിച്ചാൽ, കാരണം അവർ ഉറങ്ങുമല്ലേ, അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ 7:30 ആണോ സമയം എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ പോകാമെന്നുണ്ട് ഇറങ്ങുക. കാരണം നമ്മുടെ ജൂലിയും പിങ്കിയും ഒക്കെ വീട്ടിലല്ലേ. എല്ലാവരും ഡ്രസ്സ് ഇവിടെ വന്ന് ഇവിടുത്തെ ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്, മാറി മാറി. ഞാനും ശ്രീദേവിയുടെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ കാറൊക്കെ എടുത്തോണ്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ജൂലിയും പിങ്കി ഇവിടെ ഒറ്റയ്ക്കല്ലേ, അവർക്ക് ഫുഡ് പോലും കൊടുക്കാതെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീദേവിയുടെ ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ആരും കുളിച്ചിട്ടും ഒന്നുമില്ല കേട്ടോ. പല്ലൊക്കെ തേച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബ്രഷൊന്നും ഇല്ലായിരുന്നു, പിന്നെ പേസ്റ്റ് ഇട്ടാണ് എല്ലാവരും കൈവച്ചാണ് തേച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇത് ജെമിനി സർക്കസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. മക്കളൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ല കേട്ടോ. ഞാൻ നേരത്തെ ഒരു വർഷം പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന മിഷൻ മേടിക്കാനും പ്രഷറിൻ്റെ മെഷീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അങ്ങനെ ഞാനും കിച്ചും കൂടെ കയറി. പിന്നെ ഞങ്ങൾ ദോശമാവൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറുകയാണ് ഗൈസ്. ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ ജൂലിയുടെയും പിങ്കിയുടെയും സന്തോഷം കണ്ടില്ല. കാരണം ഞങ്ങൾ ഇന്നലെ തന്നെ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇന്നല്ലേ വന്നത്. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ട് സാമ്പാർ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി, പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. കാരണം കിച്ചുവിനും ബാപ്പിക്കും റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ, അത് കാരണം. അങ്ങനെ പാത്രമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴുകാൻ നേരത്തെ ഞാൻ സ്പീക്കറൊക്കെ ഓണാക്കി വെച്ച് പാട്ടൊക്കെ കേട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അരി ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയും ദോശയും. പിന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കിച്ചുവും ഇക്കായും റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരമായിട്ട് അക്കുനെയും അമ്മുനെയും കാണുന്നില്ല. അപ്പോൾ എന്തെടുക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പമ്മി പോയി നോക്കുവാണ്, ഇവർ എന്തെടുക്കുമോ വെളിയിലെന്ന്. നോക്കിയപ്പോഴത്തേക്കിന് ദേ കാണിച്ചു കൂട്ടുന്ന കോപ്രായം നോക്കിയേ. ദേ അമ്മു അക്കുവിന് ഹെയർ കട്ടിങ് ചെയ്ത് കൊടുക്കുക. ഇനി ഹെയർ കട്ട് ചെയ്യാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട കാര്യമേ ഇല്ല. ദേ കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ, കണ്ണാടിയൊക്കെ വെച്ച് അമ്മു ചെയ്ത് കൊടുക്കുന്നു, അക്കു സ്വന്തമായിട്ട് ട്രിമ്മർ വെച്ച് ചെയ്യുന്നു. എന്തൊക്കെ കാണിക്കാവോ അതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ ഇവിടുത്തെ 3 മക്കൾ കാണിച്ചു കൂട്ടും കേട്ടോ. എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്യും. ഞാൻ പിന്നെ അത് കണ്ടപ്പോഴേക്കും വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേക്കും ഒന്നുകൂടെ സ്റ്റൈലി വെട്ടാൻ തുടങ്ങി. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അക്കൂട്ടന് കുറച്ചുകൂടെ സ്റ്റൈൽ കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് വിചാരിച്ച് പോയതാണ്, പക്ഷെ വരാൻ പറ്റില്ല. ഈ കറി അക്കൂട്ടൻ്റെ സ്പെഷ്യലാണ്, കാരക്കുഴമ്പെന്നാണ് പറയുന്നത് കേട്ടോ. തമിഴ്നാട് സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ അക്കൂട്ടൻ എന്നോട് കുറേ ദിവസം കൊണ്ട് പറയാതെ ഉണ്ടാക്കി കൊടുക്കാൻ. അക്കൂട്ടന് ചിക്കൻ കറി ഒന്നും വേണ്ട, കാരക്കുഴമ്പ് മതി, എനിക്കത് ഉണ്ടാക്കിത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാരക്കുഴമ്പും ചിക്കൻ കറിയും അച്ചാറും ഉണ്ടാവും. മക്കൾ പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ 3 പേരുടെ ഉച്ചയ്ക്ക് ചോറുണ്ടുവാണ്. വേറെ അവർക്ക് തോരനൊന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. അക്കൂട്ടന് കാരക്കുഴമ്പ് കറി മാത്രം മതിയെന്ന് പറഞ്ഞു. അമ്മൂനും അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ചിക്കൻ കറി കുറച്ച് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ പോയി. ചെടിയൊക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ, രക്ഷയില്ലാത്ത ചൂടാണ്. പിന്നെ ഞങ്ങൾ രാത്രി കഴിച്ചത് എന്താണെന്ന് കാണിക്കാം. അതിൻ്റെ ഇടയ്ക്കത്തെ വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ട്. രാത്രി ഞങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കനാണ് കഴിച്ചത്. പിന്നെ പൊറോട്ടയും പനീർ ബട്ടർ മസാലയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ രാത്രിയിലത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ജൂലിമോടെ ഉറക്കം കണ്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.